ബ്ലാസ്റ്റേഴ്സ് ആരാധകർ സന്തോഷത്തോടൊപ്പം സമാധാനത്തിലാണെന്ന് പറഞ്ഞാൽ തെറ്റില്ല. കാരണം ഇടവേള കഴിഞ്ഞെത്തിയ ബ്ലാസ്റ്റേഴ്സിന്റെ ആദ്യ മത്സരത്തിലെ വിജയവും താരങ്ങളുടെ പ്രകടനവും തന്നെ. തുടർ തോൽവികളിൽ നിന്ന് ചെന്നൈയോട് ക്ലീൻ ഷീറ്റോടെ വിജയിക്കാനായത് ബ്ലാസ്റ്റേഴ്സിന്റെ ആത്മവിശ്വാസം വർദ്ധിപ്പിക്കുന്നു. മാത്രമല്ല 6 മത്സരങ്ങളിൽ തുടർച്ചയായി ഗോളുകളടിച്ച ജിംനസും തുടർച്ചയായ 16 ഹോം മത്സരങ്ങളിൽ ഗോളുകളടിച്ച് കേരളത്തിന്റെ ആക്രമണവും ശക്തിപ്പെട്ടിരിക്കുന്നു. ജിംനസിനൊപ്പം ബ്ലാസ്റ്റേഴ്സ് നിരയിൽ ക്യാപ്റ്റൻ ലൂണയും നോവാ സദോയും കൂടെ എത്തിയതോടെ കേരളത്തിന്റെ ആക്രമണം ഡബിൾ അല്ല ട്രിപ്പിൾ സ്ട്രോങ് ആയി മാറിയിരിക്കുകയാണ്. പ്രതിരോധം 20 മത്സരങ്ങൾക്ക് ശേഷം ആദ്യമായ ഒരു ക്ലീൻ ഷീറ്റ് നേടിയതും ബ്ലാസ്റ്റേഴ്സിന് നൽകുന്ന ആത്മവിശ്വാസം ചെറുതല്ല. ബ്ലാസ്റ്റേഴ്സിന്റെ മികച്ച പ്രകടനത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഘടകം അവരുടെ മൊറോക്കൻ താരമായ നോവാ സദോയ് തന്നെയാണ്. കഴിഞ്ഞ സീസണിൽ ഗോവയ്ക്കായി നടത്തിയ മിന്നും പ്രകടനമാണ് നോവയെ ബ്ലാസ്റ്റേഴ്സിലേക്ക് എത്തിച്ചത്. ഗോവയ്ക്കായി 43 മത്സരങ്ങളിൽ 20 ഗോളുകൾ നേടിയ താരം കേരളത്തിനായി ഇതുവരെ 7 മത്സരങ്ങളിൽ 4 ഗോളുകൾ നേടിക്കഴിഞ്ഞു. മികച്ച പന്തടക്കവും വേഗതയ്ക്കുമൊപ്പം ഒട്ടും സെൽഫിഷാവാതെ കളിക്കുന്ന നോവയെ ആരാധകർ നെഞ്ചിലേറ്റി കഴിഞ്ഞിരിക്കുന്നു. മത്സരത്തിന്റെ തുടക്കത്തിൽ ഇടതുവിങ്ങിൽ തുടങ്ങുകയും പിന്നീട് ഇരുവിങ്ങുകളിലുമായി ആക്രമണം നടത്തി എതിർ ടീമിന്റെ പ്രതിരോധം പൊളിക്കുകയും ചെയ്യുന്നതാണ് നോവയുടെ ശൈലി. ലോങ് റേഞ്ച് ഷോട്ടുകളും കർവിംഗ് ഷോട്ടുകളും പ്ലേസിംഗും ഒക്കെയായി ഒരുപാട് ആയുധങ്ങൾ നോവയുടെ ആയുധപ്പുരയിലുണ്ട്. സീസണിൽ ബ്ലാസ്റ്റേഴ്സ് പരാജയപ്പെട്ട മത്സരങ്ങളിൽ കേരള താരങ്ങളിൽ പലരും മോശം പ്രകടനം പുറത്തെടുത്തപ്പോഴും നോവയുടെ പ്രകടനമായിരുന്നു പലപ്പോഴും ആരാധകർക്ക് ആശ്വാസം നൽകിയത്. ഇനി ബ്ലാസ്റ്റേഴ്സിനെ കാത്തിരിക്കുന്നതാണെങ്കിൽ വലിയ മത്സരങ്ങളാണ്. നാളെ ഗോവയോടും അത് കഴിഞ്ഞ് ആരാധകർ ഏറെ കാത്തിരിക്കുന്ന ബ്ലാസ്റ്റേഴ്സ് ബംഗളൂരു മത്സരവും പിന്നീട് മോഹൻ ബഗാനുമാണ് എതിരാളികൾ. ഒരിക്കലും നോവയിൽ മാത്രമല്ല ബ്ലാസ്റ്റേഴ്സിന്റെ പ്രതീക്ഷകൾ. 17-കാരൻ കോറു സിംഗിലാണ് ബ്ലാസ്റ്റേഴ്സിന്റെ പ്രതീക്ഷകൾക്ക് തുടക്കം കുറിക്കുന്നത്. അവിടെ നിന്ന് അവസാന മത്സരത്തിൽ രാഹുൽ ഗോൾ നേടി ആത്മവിശ്വാസത്തിലേക്ക് ഉയർന്നതുവരെ ബ്ലാസ്റ്റേഴ്സിന്റെ പ്രതീക്ഷകൾ ഇരട്ടിയാക്കുന്നു.